യേശുവെ നന്ദി, യേശുവെ സ്തുതി. അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് സാം എന്നാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ 2026 മെയ് മാസം 2-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. പ്രധാനമായിട്ടും ഞാൻ വിസ തടസ്സത്തിന് വേണ്ടിയായിരുന്നു നിയോഗം വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇപ്പം 4-ാമത്തെ തവണ ഉടമ്പടി എടുത്ത് പുതുക്കിയിരുന്നു. പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഉടമ്പടി എടുക്ക്, നീ ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ എന്നോട് ചോദിക്കും, നീ വരുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ ആകട്ടെ, ഞാൻ പിന്നെ എപ്പോഴേലും എടുത്തോളാം എന്ന് പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഞാൻ HDFC ബാങ്കിലായിരുന്നു ജോലി ചെയ്യുന്നത്. 7 വർഷം ഞാൻ അവിടെ ആദ്യം സെയിൽസിലും പിന്നെ മാനേജറായിട്ടും ജോലി ചെയ്തു. ബാങ്കിലെ പ്രഷർ കാരണം ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ട് 1-2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് എനിക്ക് വിദേശത്തേക്ക് പോകണമെന്നൊരാഗ്രഹം വരികയും ജർമ്മനിയിലോട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അവിടെ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞൊരു വിസയുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഒരു 1 ഇയർ അവിടെ ജോലി സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജനുവരി മാസം ഞാൻ അപ്ലൈ ചെയ്തു. ഫെബ്രുവരി ആയപ്പോഴത്തേന് എനിക്ക് വിസയുടെ സ്ലോട്ട് കിട്ടി. ഞാൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം പോയി സബ്മിറ്റ് ചെയ്തു. അപ്പം പിന്നീട് ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ടും ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് വരാൻ സാധിച്ചില്ല. വിസയുടെ വരേണ്ട ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എംബസിയിൽ നിന്നൊരു മെയിൽ വന്നു. ഞാൻ ആർട്സ് സബ്ജക്റ്റാണ് എടുത്തതുകൊണ്ട് എനിക്ക് ജർമ്മനിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ ഡിഗ്രി അവിടെ നമുക്ക് വാലിഡിറ്റി ഉണ്ടെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പറയുകയുണ്ടായി. അപ്പം അതിനൊരു കാലാവധി അവർ മെയ് 9-ാം തീയതി വരെ എനിക്ക് സമയം തന്നു. കാരണം നോർമലി കേസിൽ റിജക്റ്റ് ചെയ്യേണ്ടതാണ് വിസ, എന്നിട്ട് റീ അപ്ലൈ ചെയ്യേണ്ടതാണ്. പക്ഷേ അവരെനിക്ക് 9-ാം തീയതി വരെ സമയം തന്നു. ഞാനത് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചു. അപേക്ഷയുടെ മിനിമം കാലാവധി 3 മാസത്തിനാണ്. 3 മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ആ 3 മാസം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ എംബസി തന്ന ഡേറ്റ് കഴിഞ്ഞു പോകും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ അയപ്പിക്കണം. യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോഴും അവർ ഇപ്പം ഇന്ന് അയക്കാം, നാളെ അയക്കാം, മറ്റന്നാൾ അയക്കാമെന്ന് പറഞ്ഞ് ഒരാഴ്ച തന്നെ അവർ തന്നെ നീട്ടിക്കൊണ്ട് പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 1-ാം തീയതി, മെയ് മാസം 1-ാം തീയതി ഓർത്ത് വന്ന പിറ്റേ ദിവസം 2-ാം തീയതി രാവിലെ തന്നെ അമ്മയുടെ അടുത്ത് വരാം, കൃപാസനത്തിൽ വരാമെന്ന് പെട്ടെന്നൊരു ചിന്ത തോന്നി. ഞാനിങ്ങനെ പോന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞ് ആലപ്പുഴ വരെ പോവാണ്, ഒരാളെ കാണാനുണ്ടെന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞിട്ടിങ്ങനെ പോകുന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ ഇങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ 2-ാമത്തെ ക്ലാസ്സിന് 11:30 ക്ലാസ്സിന് കയറി ഉടമ്പടി എടുക്കാൻ വേണ്ടി കയറി ഉടമ്പടി എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ റാലിക്ക് മാതാവിനെ വഹിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത്, മാതാവെ, എനിക്കിതിനെ എടുക്കാൻ യോഗ്യതയില്ലെങ്കിലും നിന്നെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് കറക്റ്റ് അവിടെ ചെന്നപ്പോൾ മാതാവിനെ എടുക്കാൻ തന്നെ ഒരു അവസരം മാതാവ് തന്നു. അതുപോലെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് വിസ തടസ്സം മാറി എനിക്ക് ജർമ്മനിയിൽ പോകണം, അവിടെ ഒരു ജോലി കണ്ടെത്തണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ എനിക്ക് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇവിടുന്ന് എംബസിയിലോട്ടൊരു മെയിൽ അയക്കുക, സർട്ടിഫിക്കറ്റ് വരാൻ താമസിക്കും, അപ്പം അതിന് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. ഞാനിവിടെ ഇരുന്നുകൊണ്ട് തന്നെ മെയിൽ അയച്ചു. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് മെയിൽ വന്ന്, കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ് ഉടനെ തന്നെ കിട്ടുമ്പോൾ തന്നെ അപ്പം തന്നെ അയച്ചാൽ മതി എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഞാൻ എന്നാലും വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, മാതാവേ, 9-ാം തീയതിക്കുള്ള എങ്ങനെയും അത് വരണം, കാരണം ഈ ഡേറ്റ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 9-ാം തീയതി കറക്റ്റ് 7-ാം തീയതി ആയപ്പോഴത്തേന് സർട്ടിഫിക്കറ്റ് ജർമ്മനിയിൽ നിന്ന് അവർ എനിക്ക് മെയിലായിട്ട് അയച്ചു തന്നു. അന്ന് തന്നെ ഞാൻ എംബസിക്ക് അയച്ചു കൊടുത്തു. 13-ാം തീയതി എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് 16-ാം തീയതി വിസ എനിക്ക് കയ്യിൽ കിട്ടി. ഇപ്പം ജൂൺ 1st വീക്കിൽ ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും നാൾ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ആയിരുന്നു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇട ദിവസം മുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ ഈശോയോട് കൂടുതലെടുത്തു. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ആഴ്ചയിൽ കുമ്പസാരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം വിതരണം ചെയ്യുകയും, അതുപോലെ തന്നെ വഴിയിൽ കാണുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞാൻ 5:30 എഴുന്നേൽക്കും. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എന്നാലും അതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അത് മുടങ്ങി പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 വചനം കൂടുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യും. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ വീട്ടിൽ ചെല്ലാറുണ്ട്. പക്ഷേ അത് നമ്മൾ എല്ലാവരും കൂടിയിരുന്നല്ല ചെല്ലുന്നത്, സ്വന്തമായിട്ടുള്ള രീതിക്ക് നമ്മുടേതായ പ്രാർത്ഥന മാത്രം ചൊല്ലി നിർത്തുകയാണ് ഉണ്ടായത്.
പക്ഷേ ഉടമ്പടി എടുത്ത ദിവസം മുതൽ ഞാൻ എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലുകയും മാതാവിൻ്റെ വണക്കമാസമാണല്ലോ ഈ മാസം, ആ പ്രാർത്ഥനയും മുടങ്ങാതെ ചെല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അനുഗ്രഹത്തിലേക്ക് എന്നെക്കൊണ്ട് എത്തിച്ച അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്കിപ്പോൾ അടുത്ത ആഴ്ച പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നേ സാക്ഷ്യം പറയുന്നത്. കാരണം എനിക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. യേശുവെ നന്ദി, അമ്മ മാതാവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 11-ാം തിരുവചനം. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. സാം എന്ന സഹോദരൻ വളരെ സങ്കടത്തോടെ, എന്നാൽ വളരെ നാണക്കേടോടുകൂടെ എന്ന് വേണമെങ്കിൽ പറയാം, വീട്ടിൽ ആരോടും പറയാതെയാണ് ഇവിടെ പരിശുദ്ധ അമ്മയെ വന്ന് രഹസ്യമായി തൻ്റെ സങ്കടം പറഞ്ഞു പോയത്. ഒരു ജർമ്മൻ വിസ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ മകൻ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു. കാരണം വാലിഡിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ കടമ്പയാണ്. തൻ്റെ ജീവിതത്തിന് അതൊരു വലിയ അത്യാവശ്യമായിരുന്നു. വിദേശത്ത് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി എംബസിയിലേക്ക് അയക്കുന്നതിനെല്ലാം അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത അന്ന് തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം മെയിൽ അയച്ചു. ഉടമ്പടി ചെയ്താൽ ഉടമ്പടി ഉടൻ പരിഹാരമാണെന്ന് നമുക്കറിയാം. വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ മകൻ ഇന്ന് വളരെ വേഗം അടുത്ത മാസം ജർമ്മനിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മയെ നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അത്രയും അടുപ്പത്തിലാണ് പരിശുദ്ധ അമ്മ നമ്മോട് ഒപ്പം സഞ്ചരിക്കുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയെ നൽകുമ്പോൾ എപ്പോഴും അമ്മ വിരൽ ചൂണ്ടുന്നത് കുരിശിലേക്കാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടുമാണ് പറയുന്നത്. ആ അമ്മയെ നമുക്ക് ഈശോ നൽകിയിരിക്കുന്നത് നമ്മുടെ സങ്കടങ്ങളെല്ലാം അമ്മയോട് പറയാൻ വേണ്ടിയാണ്. സാം അത് വളരെ കൃത്യമായി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ പദ്ധതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉടമ്പടി ചെയ്തതിന് ശേഷം ഞാൻ കൃത്യമായി വൈകുന്നേരങ്ങളിലുള്ള പ്രാർത്ഥനയ്ക്കും രാവിലെയും വൈകുന്നേരവും കൃത്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞങ്ങളുടെ കുടുംബത്തിലൊരു ഡിസിപ്ലിൻ വന്നു. ഇനി ഞാൻ എപ്പോഴും ഉടമ്പടി എന്നെ നയിക്കും, ഉടമ്പടി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു വലിയ ധൈര്യത്തിലാണ്. ഈശോ തൊട്ടവരും ഒരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് തയ്യാറായിട്ടുള്ളവർ എപ്പോഴും അനോയിൻറ്റിങ് ലെവൽ ചെക്ക് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മൾ സർപ്പങ്ങളെ കയ്യിലെടുത്താലും ക്ഷുദ്രജീവികളെ മേൽ നമ്മൾ കാലുകൾ വെച്ചാലും നമ്മെ ഒന്നും ഏൽക്കുകയില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ മധ്യസ്ഥം, നേർച്ച വസ്തുക്കളുടെ ഉപയോഗം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടെന്ന് നമുക്കൊരു സംരക്ഷണം നൽകും. ഇങ്ങനെ ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. ജോലിയില്ലാതെ, വിസ ലഭിക്കാതെ, വിസ പ്രോസസ്സിങ് പ്രൊസീഡ് ചെയ്യാതെ സങ്കടപ്പെടുന്നവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സാമിൻ്റെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.